നമസ്കാരം. ഇന്ത്യയിൽ ഭീകരാക്രമണം അടക്കമുണ്ടാകുമ്പോൾ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഉയരുന്ന ഒരു വാദമാണ് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയവരുടെ പേരുകൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതെല്ലാം സംഘപരിവാറുകാർ ആണെന്ന്. ഇതിനായി 24 പേരുടെ ലിസ്റ്റും വാട്സാപ്പിലും ഫേസ്ബുക്കിലുമായി കറങ്ങാറുണ്ട്. ഇപ്പോൾ കശ്മീർ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നത് ഇതും മോദി സർക്കാരിൻ്റെയും സംഘപരിവാറിൻ്റെയും പദ്ധതിയാണെന്നാണ്. സോഷ്യൽ മീഡിയയിൽ വിവാദമായ പോസ്റ്റ് ഇങ്ങനെയാണ്. എഴുതിയത് ആരാണെന്ന് അറിയില്ലെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായി ഇത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ കേസുകൾ മുഴുവൻ ഗൂഗിൾ ചെയ്ത് നോക്കൂ. കൂമർ നാരായണൻ മുതൽ ഇങ്ങോട്ട് സംഘികളല്ലാത്ത ഒരൊറ്റ ആൾ പോലും ഇന്നേ വരെ പാകിസ്ഥാന് വേണ്ടി ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വിഭാഗക്കാർ മാത്രം സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും ശത്രുക്കളുടെ ഷൂ നക്കി ഈ രാജ്യത്തിനെ ഒറ്റിക്കൊടുക്കുന്നത്? ഭാരതത്തെ ഒറ്റിക്കൊടുത്തവർ സംഘികളുടെ ലിസ്റ്റ് ഇങ്ങനെ: 1. സേജൽ കപൂർ, 2. ആരോഹി അലോക്, 3. ആദിതി ആരോൺ, 4. അദിതി അഗർവാൾ, അനാമിക ശർമ്മ, ദിവ്യ ചന്ദ്രൻ റോയ്, നേഹ ശർമ്മ, പൂജ രഞ്ജൻ, നിശാന്ത് അഗർവാളിനെ, നന്ദൻലാൽ മഹാരാജ്, പ്രദീപ് കുരുൽക്കർ, ബോധ്രാജ്, ലാബ് ശങ്കർ മാഹേശ്വരി, രാജ ജയചന്ദ്ര, അംബി കുമാർ, ജയരാജോ സന്ധ്യ, രാജമൻ സിംഗ്, ഗാനോജി, സതീന്ദ്ര ശിവാൾ, പ്രവീൺ മിശ്ര, അഭിഷേക് ശോഭനൻ, ദീപക്, പി ശ്രീനിഷ്, കുമാർ വികാസ്. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം? ഇവരെല്ലാം സംഘപരിവാര പ്രവർത്തകരാണെന്ന് പറയുന്ന പോസ്റ്റ് ഗൂഗിൾ സെർച്ചിലും ഇതെല്ലാം വ്യക്തമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആരും ഇത് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പോവാറില്ല. ഇപ്പോൾ ഒരു സംഘം സ്വതന്ത്ര ചിന്തകർ അങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ തിരിച്ചായിരുന്നു. ഇവർ ആരും തന്നെ സംഘപരിവാറുമായി ബന്ധമുണ്ടായിരുന്നില്ല. പല പേരുകളും ഫേക്കാണ്. അങ്ങനെ ഒരു സംഭവം തന്നെയില്ല. പാക് ചാരന്മാർ ബ്രഹ്മോസ് എയ്റോസ്പേസിലെ ശാസ്ത്രജ്ഞരെ കൊടുക്കാനുണ്ടാക്കിയ പേരുകൾ പോലും ഒറിജിനൽ എന്ന് കരുതി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ലിസ്റ്റിൽ പറയുന്ന ആദ്യ 9 പേരുകാരെ നോക്കാം. സേജൽ കപൂർ, ആരോഹി അലോക്, ആദിതി ആരോൺ, അനാമിക ശർമ്മ, ദിവ്യചന്ദ്രൻ റോയ്, നേഹ ശർമ്മ, പൂജ രഞ്ജൻ, നിശാന്ത് അഗർവാൾ എന്നിവരാണിവർ. ഈ 9 പേരുകളും പാക് ചാരന്മാർ ബ്രഹ്മോസ് എയ്റോസ്പേസിലെ ശാസ്ത്രജ്ഞരെ കൊടുക്കാനുണ്ടാക്കിയ സോഷ്യൽ മീഡിയ പേരുകളാണ്, അല്ലാതെ യഥാർത്ഥ വ്യക്തികളല്ല. 10ാമത് വരുന്ന നന്ദൻലാൽ മഹാരാജ് പാകിസ്ഥാൻ സ്വദേശിയാണ്. ലിസ്റ്റിൽ 11ാമതായി ഇടം പിടിച്ച പ്രദീപ് കുരുൽക്കർ, ഇയാൾ സാറ ദാസ് ഗുപ്ത എന്ന പേരിൽ വന്ന പാക് ചാരന്റെ ഹണി ട്രാപ്പിൽപ്പെട്ട വ്യക്തിയാണ്. തുടർന്ന് ലിസ്റ്റിൽ 12, 13 നമ്പറിൽ പറയുന്ന ബോധ്രാജ്, ലാബ് ശങ്കർ മഹേശ്വരി എന്നിവരാണ്. ഇവരിൽ മഹേശ്വരി അഭയാർത്ഥി ചമഞ്ഞ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ചാരയാണ്. തുടർന്ന് വരുന്നത് 14ാമതായി രാജ ജയചന്ദ്ര, 15ാമതായി അംബി കുമാർ, 16ആയി ജയ്ജാറോ സന്ധ്യ, 17ാമതായി രാജമൻ സിംഗ്, 18ാമതായി ഗാനോജി എന്നിവരാണ്. ഈ 5 പേരും ആരാണെന്ന് പോസ്റ്റ് ഉണ്ടാക്കിയ മഹാനോട് തന്നെ ചോദിച്ചു നോക്കണം. എല്ലാം ചരിത്ര കഥാപാത്രങ്ങളാണ്. ഇവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. 19ാമതുള്ള സതീന്ദ്ര ശിവാൾ, 20ാമതുള്ള പ്രവീൺ മിശ്ര, 21ാമതുള്ള അഭിഷേക് ശോഭനൻ എന്നിവരും ആരാണെന്നതിന് യാതൊരു തെളിവുമില്ല. തുടർന്നുള്ള ദീപക്, പി ശ്രീനിഷ് എന്നിവരെക്കുറിച്ചും സെർച്ചിൽ ഒന്നുമില്ല. ലിസ്റ്റിലെ അവസാനക്കാരനായ കുമാർ വികാസും അജ്ഞാതനാണ്. അതായത് ഗൂഗിൾ സെർച്ചിൽ എവിടെയും ഇവർ ഉൾപ്പെട്ട ചാരക്കേസുകളെക്കുറിച്ച് പറയുന്നില്ല. ഇനി ഇന്ത്യയിൽ നടന്ന ഏതാനും ചാരക്കേസുകളിൽ ഹിന്ദു നാമധാരികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരൊന്നും സംഘപരിവാറിന്റെ ആളുകളായിരുന്നില്ല. ISIക്ക് ഇന്ത്യയിലും റോയ്ക്കും പാകിസ്ഥാനിലും നിരവധി ഏജന്റുകളുണ്ട്. ഏജന്റുമാരെ തീരുമാനിക്കുന്നത് മതവും രാഷ്ട്രീയവും നോക്കിയല്ല, മറിച്ച് പണമാണ് അവിടെ പ്രാധാന്യം. മൊസാദൊക്കെ ഹമാസ് നേതാക്കളുടെ മക്കളെ പോലും പണം കൊടുത്ത് ചാരന്മാരാക്കിയിട്ടുണ്ട്. അതായത് ചാരപ്രവൃത്തിയിലൊക്കെ പ്രധാനം പണവും സംരക്ഷണവും ആണെന്നിരിക്കെ ഇതിനെല്ലാം പിറകിൽ സംഘപരിവാർ ആണെന്ന കുപ്രചരണമാണ് ഇസ്ലാമിസ്റ്റുകളും ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകളും നടത്തുന്നത്.